ഹലോ ഗായ്സ്, അഫ്സി പാത്തൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും മീൻ മുളകിട്ടതും മീൻ പൊരിച്ചതും പിന്നെ ഇറച്ചിക്കറിയാണ്. അത് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഞാൻ വെട്ടുകയാണ്. അത് നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് മേലെ അങ്ങനെ പൊരിച്ചിട്ടിട്ട് കൊടുക്കില്ല, അതിന് വേണ്ടിയിട്ടും പിന്നെ ചോറുണ്ടാക്കാനും വേണ്ടിയിട്ട് 2 ഉള്ളി എടുത്ത് അത് വെട്ടുകയാണ്. അങ്ങനെ ചോറിലേക്ക് അത് വെട്ടിക്കഴിഞ്ഞു. അങ്ങനെ ചോറിലേക്കുള്ള ക്യാരറ്റും ഞാനിതാ കുനുകുനാ അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ കുക്കറിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കൽ. അതാകുമ്പോൾ വേഗം കഴിയും. അങ്ങനെ ഇതാ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മളിതാ ഉള്ളി ഇങ്ങനെ വാട്ടുന്നുണ്ട്. ആ ഉള്ളീൻ്റെ അകത്ത് ഉള്ളിയും പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് വാട്ടുന്നത്. ഞാൻ ഉള്ളി ഇടുന്ന വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അത് മറ്റേത് ഇട്ട് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത്. അങ്ങനെ അതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് വാട്ടുക, അതിന് കരിഞ്ഞു പോവാണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാട്ടുക. അത് വാട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം, അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിൽ ലേശം ഉപ്പും ഇട്ട് കൊടുത്ത് അത് പതുക്കുന്നവരെ മൂടി വെക്കുക. അങ്ങനെ ഇതാ പാത്തു മീൻ മുറിച്ച് മീനൊക്കെ നല്ല മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് വരട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ ചോറിനുള്ള വെള്ളം നല്ലോണം പതച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ലേശം അരി ഇട്ട് കൊടുക്കുക, ലേശം അരിയല്ല 1 കപ്പ് അരി അതിനുള്ളൂ. അങ്ങനെ ഇതാ ആ കപ്പ് അരി ഇട്ട് കൊടുത്ത് പിന്നെ കപ്പ് അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കപ്പ് അരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അന്നേരം തന്നെ കുക്കറിൻ്റെ മൂടി ഇടരുത്. ഇതുപോലെ ഇങ്ങനെ കുറച്ച് പതച്ച് വരും. അന്നേരം കുറച്ച് കറിവേപ്പിലയും ഈ ക്യാരറ്റിൻ്റെ കഷ്ണമൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഒരു വെള്ളവും ചോറും സമാവൂലേ, എന്നിട്ട് കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് കൊടുത്താൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഇതാക്കാം. അങ്ങനെ ഞാൻ കുക്കറിൽ നിന്ന് വട്ടയിലേക്ക് ചോറ് മാറ്റി എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതെല്ലാം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെക്കുക. അങ്ങനെ മൂടി വെക്കുക. അപ്പുറത്തതാ ഞാൻ അപ്പോഴത്തേക്ക് പാത്തു പിന്നെ മീൻ മുളകിട്ടത് ഗ്യാസ് മേലെ വെച്ചിട്ടുണ്ട്. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഓള് തേങ്ങ ചിരകുന്നുണ്ട്. നമ്മൾ ചുവന്ന ചമ്മന്തിയാണ് പൊടിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ചമ്മന്തി പൊടിക്കുമ്പോൾ പിന്നെ പുളി, നമ്മളെ വെല്ലുള്ളി ഉണ്ട്, ഇവിടെ ചെറിയ ഉള്ളിയില്ല, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. നമ്മൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വെല്ലുള്ളിൻ്റെ ഒരു പകുതി കഷ്ണം എടുത്തതാണ്. അങ്ങനെ വെല്ലുള്ളി, പിന്നെ വെളുത്തുള്ളി കുറച്ച്, ആവശ്യത്തിന് ചുവന്ന മുളക്, പിന്നെ ലേശം ഉപ്പ്, അങ്ങനെ എല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒന്നിതാ ഇതുപോലെ അടിച്ച്. ഇത് കുറച്ച് മുളകിന് ലേശം എരിവ് കൂടുതലാണ്, കുറച്ച് മുളക് ഇട്ടുള്ളൂ. അങ്ങനെ ഇതാ നമ്മളെ ചമ്മന്തി പൊടിക്കുമ്പോഴത്തേക്ക് നമ്മളെ വരട്ടിയതും അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ മീനും പൊരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇറച്ചിക്കറിയും വെക്കുന്നുണ്ട് കേട്ടോ. ഇറച്ചിക്കറിയിലേക്കുള്ള തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് അറിയാമല്ലോ എല്ലാവർക്കും ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ, പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ അതാ ഇറച്ചിക്കറിയും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇറച്ചിക്കറി ഉണ്ടാക്കിയത് പാത്തു, നെയ്ച്ചോറ് ഉണ്ടാക്കിയത് ഞാനുമാണ്. അങ്ങനെ എല്ലാ അടുക്കള പണി സെറ്റായി. അപ്പോൾ മക്കളെ പഠിപ്പിക്കാനുണ്ടായിരുന്നു, മക്കൾക്ക് കുറച്ച് ഹോംവർക്കും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ കഴിഞ്ഞേരം ഞാൻ അവരെ പഠിപ്പിക്കാനിരുന്നു. അതിപ്പോൾ മൂത്ത ആളാടുന്ന് എഴുതുകയാണ്. അയാൾക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഇപ്പുറത്തുമ്പോൾ അപ്പുറമുള്ള മറന്നു പോകും. അങ്ങനെ അവനെയും കൊണ്ട് ഒരുപാട് നേരം അതുകൊണ്ട് കളിച്ചു. പിന്നെ അവർ പറഞ്ഞ് വിശക്കുന്നതെന്ന്. ഏതാ മക്കൾക്ക് ചോറ് കൊടുത്ത്, പിന്നെ മക്കൾ തിന്ന് കഴിഞ്ഞാൽ ഞാനും എടുത്ത് ലേശം ചോറ്, അതിലേക്ക് ചമ്മന്തി, പിന്നെ വരട്ടിയത്, പിന്നെ പൊരിച്ച മീൻ. എനിക്ക് നെയ്ച്ചോറിന് ഇറച്ചിക്കറീനേക്കാൾ ഇഷ്ടത് ചമ്മന്തിയും മീൻ വരട്ടിയതും. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയാണ്. ഓക്കെ, ബായ് മക്കളെ, ബായ്.